ഗുഡ് ഈവനിങ് എവരി വൺ. ഇന്ന് ലിറ്ററൽ ലെൻസിന്റെ 15ാമത്തെ എപ്പിസോഡാണ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ ഓരോ വീക്ക് കഴിയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബുക്കുകളാണെങ്കിലും പ്രസന്റേഷൻ ഒക്കെ ആണെങ്കിലും. അപ്പോൾ നമ്മൾ മാത്രമല്ല, ബാക്കിയുള്ള ആൾക്കാരും വീട്ടിലുള്ള ആൾക്കാരും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് കേൾക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കണം. ഇന്ന് ആരാണ്, ഇന്ന് ഏത് ബുക്കാണെന്നൊക്കെ എല്ലാവരും ഭയങ്കര താല്പര്യത്തോടെ ചോദിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കണം. അപ്പം നമ്മളെ പ്രോഗ്രാം വളരെയധികം സക്സസ് ആവുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു സിമ്പിളാണ്. അപ്പം എന്തായാലും ഇന്നത്തെ പ്രസന്റേഷൻ കണ്ടക്ട് ചെയ്യുന്നത് MI ട്രെയിനിങ് കോളേജിലെ ഫസ്റ്റ് ഇയർ BEd സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഖദീജ നുഷയാണ്. നുഷ സെലക്ട് ചെയ്തിരിക്കുന്നത് പൗലോ കൊയ്ലോ എഴുതിയിട്ടുള്ള മാനുസ്ക്രിപ്റ്റ് ഫൗണ്ട് ഇൻ അക്ര എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ ബുക്കാണ്. അപ്പം എന്തായാലും ഇന്നത്തെ പ്രസന്റേഷൻ നുഷനെ ഞാൻ സ്വാഗതം ചെയ്യാണ്. താങ്ക് യു. ഞാൻ ജോയിൻ ചെയ്തു. പറ്റി. നുഷ റെഡി അല്ലേ? അതെ, റെഡിയാണ്. സ്റ്റാർട്ട് ചെയ്തോട്ടാ. ആങ്കറിംഗ് ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞ് ലേറ്റ് ആയി. ഓക്കെ, സോറി കേട്ടോ. ഹായ്, എല്ലാവർക്കും കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നുണ്ട്. ഓക്കെ പറഞ്ഞു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ എൻ്റെ പേര് ഖദീജ നുസ്ഹ. ഞാൻ മാത്സിലാണ് ഓപ്ഷണലായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിന്ന് പറയുന്നത് നമ്മളെ പൗലോ കൊയ്ലോ എന്ന് പറഞ്ഞൊരു റൈറ്റർ ഉണ്ട്. ആ റൈറ്ററിന്റെ മാനുസ്ക്രിപ്റ്റ് ഫ്രം അക്ര എന്ന് പറഞ്ഞിട്ടുള്ളൊരു നോവലാണ് ഇന്ന് ഞാനിവിടെ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ആൽക്കെമിസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, പ്രശസ്തമായിട്ടുള്ള ഒരു അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് ആൽക്കെമിസ്റ്റ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, എല്ലാവരും കൂടുതൽ ആളുകളും വായിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇന്നൊരു മാനുസ്ക്രിപ്റ്റ് ഫ്രം അക്ര എന്ന് പറഞ്ഞ നോവലാണ് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാല് ഈ നോവലില് പറയുന്നത് എന്താന്ന് വെച്ചാല് ഒരു കുരിശുയുദ്ധക്കാര് ഒരു പട്ടണത്തെ അവരുടെ കീഴിലാക്കാൻ പോവാണ് യുദ്ധം ചെയ്തിട്ട്. അപ്പൊ ആ യുദ്ധം ചെയ്തിട്ട് ആ പട്ടണത്തെ അവരുടെ കീഴിലാക്കുന്നതിന് മുന്നേ ഉള്ള ആ ഒരു രാത്രി, അതായത് പകല് അവര് യുദ്ധത്തിന് വരികയാണ്. അതിന്റെ തൊട്ടു മുന്നേ ഉള്ള ആ രാത്രിയില് ആ പ്രദേശത്ത് ആ പട്ടണത്തിലുള്ള ആളുകള് അവരുടെ മനോഭാവം, അവരുടെ പ്രശ്നങ്ങള്, ഇതൊക്കെയാണ് ഈ നോവലില് പറയപ്പെടുന്നത്. അപ്പോ ഇതിന്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആൽക്കെമിസ്റ്റ്, അതേപോലെ പൗലോ കൊയ്ലോയുടെ നെബ്രീഡ, അങ്ങനെയുള്ള നോവലുകളെ പോലെ തന്നെ ഒരു ലളിതമായിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ നോവലിന്റെ ബാക്ക്ഡ്രോപ്പിൽ പറയുന്നത് എന്താന്ന് വെച്ചാല്, അതായത് 700 വർഷങ്ങൾക്ക് മുന്നേ എഴുതപ്പെട്ടിട്ടുള്ള ഒരു മാനുസ്ക്രിപ്റ്റ്, അതായത് ഒരു ലിപി, അത് കണ്ടെടുക്കപ്പെടുകയാണ്. ആ ലിപിയിൽ നിന്ന് ആണ് പിന്നെ ഈ നോവൽ ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ നോവല് പറയുന്നുള്ള കാര്യങ്ങൾ, അതായത് ഈ അക്ര എന്ന് പറഞ്ഞ പട്ടണത്തിൽ ജീവിച്ചിരുന്ന ആളുകൾക്ക് ആ യുദ്ധത്തിന്റെ തലേ ദിവസം വരെ ഉണ്ടായിരുന്ന ആ ഒരു പേടി, അവരുടെ മനസ്സിലുണ്ടാവുന്ന ഓരോ ചിന്തകള്, അവരുടെ ആശങ്കകള്, ഇതൊക്കെ ആയിട്ടുള്ള ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ്
ആക്രയിൽ നിന്ന് പിന്നീട് കണ്ടുപിടിച്ചിട്ടുള്ള ആ മാനുസ്ക്രിപ്റ്റിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതാണ് ആൽക്കമിസ്റ്റ് ഇവിടെ ഒരു നോവലായിട്ട് പറയുന്നത്. ഈ നോവൽ എന്ന് പറഞ്ഞാൽ ഒരു ഫിക്ഷനും ഫിലോസഫിയും കൂടെ ചേർന്നിട്ടുള്ള രീതിയിലുള്ള ഒരു കോമ്പിനേഷനാണ്. ഫിക്ഷന്റെയും ഫിലോസഫിയുടെയും ഒരു കോമ്പിനേഷനാണ്. അപ്പൊ ഇത് വായിക്കുമ്പോൾ നമ്മൾക്ക് എന്താന്ന് വെച്ചാൽ കുറെ ചോദ്യങ്ങൾ, അതായത് ആ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും കുറെയൊക്കെ നമ്മളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഇതിൽ ഫീൽ ചെയ്യും എന്നാണ് ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ നമ്മൾ നോവലിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പറയുന്നത് ആക്ര എന്നുള്ളൊരു പട്ടണം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആക്ര എന്നുള്ളൊരു പട്ടണമാണ്. അതിൽ ഉള്ള ആളുകളെ അതിരാവിലെ കുരിശുദ്ധക്കാർ വന്നിട്ട് അവരെ ആക്രമിക്കാൻ പോവാണ്. അതിന് തൊട്ടു മുന്നുള്ള രാത്രിയില് അവരെല്ലാവരും കൂടെ ഒത്തുകൂടാണ്. ഈ ആക്ര എന്ന് പറഞ്ഞ പട്ടണത്തിലെ ഒരു സ്ഥലത്ത് അവരെല്ലാവരും കൂടെ ഒത്തുകൂടാണ്. എന്നിട്ട് അവരുടെ മനസ്സിൽ അപ്പോൾ ഉണ്ടാകുന്ന ഭയം, ആശങ്ക, ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നതാണ് അല്ലെ. അടുത്ത ദിവസം അവരെ ആക്രമിക്കാൻ പോവാണ്, എന്താവുന്നു ഒന്നും ആർക്കും ഒരു പേടി എന്തായാലും ഉണ്ടാവുമല്ലോ. ആ പേടി ഇതില് നമുക്ക് കാണാൻ പറ്റും ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അങ്ങനെ അത്രയും പേടിയിലും ആ ഒരു ആശങ്കയിലും ഒക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവരുടെ കൂട്ടത്തിലുള്ള ഒരാള് അവിടെ വരികയാണ്. അയാളെ പേര് ഇതിൽ പറഞ്ഞിട്ടുള്ളത് കോപ്റ്റ് എന്നാണ്. അതാണ് ഇതിലെ മുഖ്യ കഥാപാത്രം, കോപ്റ്റ്. അപ്പൊ ഈ കോപ്റ്റ് അവിടെ വരികയാണ്. കോപ്റ്റ് എന്ന് പറഞ്ഞ ആള് ഒരു ഗ്രീക്കുകാരനാണ്. അയാളെ കുറിച്ച് പറയുന്നത് എന്താന്ന് വെച്ചാല് അയാള് ചെറുപ്പത്തിൽ തന്നെ ഒരു സാഹസികമായ ജീവിതവും പണവും അതൊക്കെ തേടിയിട്ട് പുറപ്പെട്ടു പോകുന്ന ഒരാളാണ് ചെറുപ്പകാലത്തിൽ തന്നെ. അങ്ങനെ അയാൾ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് പട്ടിണി അനുഭവിച്ച് അങ്ങനെ ഒരുപാട് സ്ഥലത്ത് അലഞ്ഞു തിരിഞ്ഞ് നടന്ന് അവസാനം അയാൾ അക്രയിലെത്തുകയാണ്. അക്രയിലെത്തിയിട്ട് അവിടെ ഒരു ചെരുപ്പ് കുത്തിയുടെ കൂടെയാണ് അയാൾ ജോലിക്ക് കയറുന്നത്. അങ്ങനത്തെ ഒരു ജീവിത സാഹചര്യത്തിലൂടെ ജീവിച്ച ഒരാളാണ് കോപ്റ്റ്. അയാൾക്ക് ഒരു മതവിശ്വാസവും ഉണ്ടായിരുന്നില്ല. ഒരു മതപണ്ഡിതനോ അല്ലെങ്കിൽ ഒരു പ്രവാചക രീതിയിലുള്ള ആളോ അങ്ങനെയുള്ള ഒരാളൊന്നുമല്ല കോപ്റ്റ്. അപ്പൊ അങ്ങനത്തെ ക്യാരക്ടറുള്ള ഒരു കോപ്റ്റ് ഇവരുടെ കൂട്ടത്തില് മുന്നോട്ട് വരികയാണ്. അവർ ആ രാത്രിയിൽ ഒത്തുകൂടി ആ സ്ഥലത്ത് എല്ലാവരും ഭയവും ആശങ്കകളുമായിട്ട് നിൽക്കുമ്പോൾ ഈ കോപ്റ്റ് അവർക്കിടയിൽ മുന്നോട്ട് വന്നിട്ട് പറയാണ് അവരുടെ ആശങ്കകളും പ്രശ്നങ്ങളും അവരുടെ ഭയങ്ങളോ എന്തോ ആയിക്കോട്ടെ അത് അയാളോട് പങ്കുവെക്കാൻ, അതായത് കോപ്റ്റ് എന്ന ആളോട് പങ്കുവെക്കാൻ അയാൾ പറയാണ്. അങ്ങനെ പങ്കുവെക്കുമ്പോൾ അവർക്കുള്ള ഉത്തരങ്ങള് കോപ്റ്റ് കൊടുക്കാം എന്നാണ് കോപ്റ്റ് വാഗ്ദാനം ചെയ്യുന്നത്. അങ്ങനെ ഈ നോവൽ മുന്നോട്ട് പോകുന്നത് എന്താന്ന് വെച്ചാല് ഈ ആളുകള്, അതായത് അക്രയിലുള്ള മറ്റാളുകൾ കോപ്റ്റിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളും കോപ്റ്റ് അവർക്ക് നൽകുന്ന ഉത്തരങ്ങളും, അല്ലെങ്കിൽ കോപ്റ്റ് അവരെ ആ ചോദ്യങ്ങൾ അവരുടെ ഭയങ്ങളാണല്ലോ, അത് ഇല്ലാതാക്കിക്കൊണ്ട് ആ ഭയങ്ങളെ അവർക്ക് ധൈര്യം നൽകുന്ന രീതിയിൽ, ധൈര്യമാക്കപ്പെടുന്ന രീതിയിൽ അവർക്ക് ഉത്തരങ്ങൾ നൽകുകയാണ് കോപ്റ്റ്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് അവരുടെ ചോദ്യങ്ങളിൽ കൂടുതലായിട്ട് നിന്നിട്ടുള്ളത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുന്നത് എന്താന്ന് വെച്ചാല് ഏകാന്തതയാണ്, സോളിറ്റ്യൂഡ് എന്ന വാക്കാണ് പൗലോ കൊയ്ലോ അതിൽ ഏകാന്തത എന്നതിന് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോ ഏകാന്തതയെ കുറിച്ചിട്ടുള്ള ചോദ്യമായിട്ടാണ് ഈ നോവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പൊ ഏകാന്തത എന്ന് പറഞ്ഞാല് നമ്മളെല്ലാരും കൂടുതൽ ആളുകളും ചിലപ്പോ അനുഭവിച്ചിട്ടുള്ള കാര്യമായിരിക്കും അല്ലെ, ഏകാന്തത എന്നുള്ളത്. അപ്പോ ഈ ഏകാന്തതയില് ഇവരെ പേടിയാണ് ഈ ഏകാന്തത എന്നുള്ള കാര്യം ഇതിൽ പറയുന്നത്. അപ്പോ പക്ഷെ ഇതില് നമ്മളുടെ ഓഥർ പറയുന്നത് എന്താന്ന് വെച്ചാല് ഏകാന്തത എന്നുള്ളത് ഒരു നെഗറ്റീവ്നെസ് അല്ല, ഏകാന്തത എന്നുള്ളത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാല് ഈ ഏകാന്തതയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമ്മൾ ആരാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത് അല്ലെ. നമ്മൾ ചിന്തിക്കും, ഏകാന്തതയിലൂടെ പോകുമ്പോൾ നമ്മളുടെ ആത്മാവിനോട് നമ്മൾ സംസാരിക്കും. അതേപോലെ നമ്മളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് നമ്മൾ അറിയാം. അതേപോലെ മുന്നോട്ടുള്ള ജീവിതം ഇനി എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കും ഏകാന്തതയിൽ ഇരിക്കുമ്പോൾ. അപ്പൊ ഇനി മുന്നോട്ടുള്ള ജീവിതം നല്ല രീതിയിലാവണമെങ്കിൽ എന്തൊക്കെ ആവണം, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ ഏകാന്തത എന്നുള്ളത് ഒരു പോസിറ്റീവ്നെസ് ആണെന്നാണ് നമ്മളുടെ ഓഥർ പറയുന്നത്. അപ്പോ ഏകാന്തതയുമായി ബന്ധപ്പെട്ട ഭയങ്ങളെ നമ്മളുടെ കോപ്റ്റ് ഇല്ലാതാക്കിയത് അവർക്ക് ഏകാന്തത ഒരു ആത്മവിശ്വാസം ആക്കി കൊടുക്കുകയാണ്.
അതായത് അതൊരു പോസിറ്റീവ്നെസ് ആണ്. ഏകാന്തത എന്ന് പറഞ്ഞാല് നമ്മൾക്കൊരു കൂട്ടില്ലാത്തതോ അല്ലെങ്കിൽ മറ്റ് കമ്പനികളില്ലാത്തതോ അങ്ങനെയൊന്നുമല്ല. ഏകാന്തത എന്ന് പറഞ്ഞാല് ആ മൊമെന്റിൽ നമ്മൾ നമ്മളെ ആത്മാവിനോട് സംസാരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു മൊമെന്റ് ആണ്. അത് നമ്മളുടെ ജീവിതത്തിലെ നമ്മളെ നല്ല രീതിയിലാണ് അത് ബാധിക്കുന്നത് എന്നാണ് കോപ്റ്റ് അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പൊ കോപ്റ്റിനോട് ചോദിച്ച ഒരുപാട് ചോദ്യങ്ങളിൽ ഒന്നാണ് ഏകാന്തത. പിന്നെ അതില് കോപ്റ്റിനോട് മറ്റുള്ളവർ ചോദിക്കുന്നത് ചേഞ്ചസ് ആണ്, മാറ്റങ്ങൾ. അതായത് നമ്മളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ. നമ്മളിൽ പലരും നമ്മുടെ ജീവിതത്തിൽ ഒരു കംഫർട്ട് സോണിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ആരും മാറ്റങ്ങളെ ഇഷ്ടപ്പെടാത്തവരാണ്, അല്ലെ? ഒരു കംഫർട്ട് സോണിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മാറ്റങ്ങൾ വരുന്നത് ആർക്കും ഇഷ്ടപ്പെടില്ല. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ അങ്ങനെ പോവാ, അതായിരിക്കും നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടം. അതേപോലെ തന്നെയാണ് ഈ മാറ്റങ്ങളെ അവരെല്ലാരും പേടിക്കുകയാണ്. അതായത് യുദ്ധം കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താണെന്നുള്ള ഒരു മാറ്റം അവര് പേടിക്കുകയാണ്. അപ്പോ നമ്മൾ ഓദർ പറയുന്നത് എന്താന്ന് വെച്ചാല് മാറ്റം പ്രകൃതിയിൽ തന്നെ അനിവാര്യമായ ഒന്നാണ്. പ്രകൃതി തന്നെ സ്വയം മാറുന്നുണ്ട്, നമ്മൾ അത് ശ്രദ്ധിക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓദർ തന്നെ പറയുന്നുണ്ട് മരങ്ങളും മലകളും ഇത് നമ്മൾ കാണുമ്പോൾ എപ്പോഴും ഒരേപോലെയാണ്, അതിന് മാറ്റങ്ങളൊന്നും ഇല്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. മലമുകളിൽ പെയ്യുന്ന ഓരോ മഴയും അല്ലെങ്കിൽ ഓരോ കാറ്റുകൾ അടിച്ചു വീശുമ്പോഴും ആ മലനിരകളിൽ ഓരോരോ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ചെറിയ മാറ്റങ്ങൾ ആയതുകൊണ്ട് നമ്മൾ അത് അറിയുന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ മാറ്റങ്ങൾ ഏത് രീതിയിലും വരുന്നുണ്ട്. പ്രകൃതിയിലുള്ള മരങ്ങളെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സീസണൽ ചേഞ്ചസ് അവർക്ക് വരുന്നുണ്ട്. പക്ഷികള് വന്നിരിക്കുമ്പോൾ, അതേപോലെ ഓരോ സീസൺ കഴിയുമ്പോൾ എല്ലാ മരങ്ങളിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. അതേപോലെ ഓദർ ഇതിൽ പറയുന്നത് മലകളെയും മരങ്ങളെയും ഉദാഹരണങ്ങളാക്കിയിട്ടാണ്. അപ്പോ പ്രകൃതിയിൽ തന്നെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോ നമ്മൾ മനുഷ്യരിലും പല മാറ്റങ്ങളും ഉണ്ടാവണം. പിന്നെ ഈ മാറ്റങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ചില രീതിയിൽ അത് നമുക്ക് നല്ല നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ഇനി ഈ സ്റ്റോറി വായിച്ചപ്പോ ഈ ഏകാന്തതയും അതേപോലെ പിന്നെ പറഞ്ഞ ഈ മാറ്റങ്ങളും ഇത് രണ്ടും ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം എന്താന്ന് വെച്ചാല് ഈ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് നമ്മള് ചില സമയത്ത് നമ്മൾ ഏകാന്തത അനുഭവപ്പെടുമ്പോഴാണ്. കാരണം നമ്മൾ ഒറ്റപ്പെടുന്ന സമയം, അല്ലെങ്കിൽ നമ്മളൊരു നഗരത്തിലോ അല്ലെങ്കിൽ നമ്മളുടെ കംഫർട്ട് സോണിൽ നിന്ന് മാറി നമ്മൾ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോവുക, അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഏകാന്തത തോന്നുന്ന ആ സമയം ഉണ്ടല്ലോ, ആ സമയത്ത് നമ്മൾക്ക് പല മാറ്റങ്ങളും ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആരാണെന്ന് നമ്മൾ അപ്പം മനസ്സിലാക്കും. ആ സാഹചര്യങ്ങളോട് നമ്മൾ മാറും, അല്ലെ? അപ്പോ ഈ ഏകാന്തതയും പിന്നീട് അതിൽ ആവശ്യപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളിൽ വന്ന മാറ്റങ്ങളും, ആ മാറ്റങ്ങളും ഏകാന്തതയും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോ ഈ രീതിയിലുള്ള ഓരോരോ ചോദ്യങ്ങളാണ് ഈ നോവലിൽ മുന്നോട്ട് പോകുന്നത്. ഈ നോവൽ അവസാനിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാല് കോപ്റ്റ് ഈ എക്ര എന്ന് പറഞ്ഞ പട്ടണത്തിലുള്ള ഓരോ ആളുകളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ട് നിന്ന് അവസാനം രാത്രിയാവുകയാണ്. രാത്രി കോപ്റ്റ് അവരോട് പറയാണ് ഇനി എല്ലാവരും ഭയങ്ങളെല്ലാം നമ്മളുടെ ധൈര്യമാക്കിയിട്ട് എല്ലാവരും അവരവരുടെ വാസസ്ഥലങ്ങളിലേക്ക് പോവാ. പിന്നീട് നമ്മൾ നാളത്തെ യുദ്ധത്തെ ഫേസ് ചെയ്യാൻ എല്ലാവരും ധൈര്യമായിട്ടിരിക്കുക. ആ രീതിയിലാണ് നമ്മൾ നോവല് സ്റ്റോപ്പ് ചെയ്യുന്നത്. പിന്നെ ഈ പുസ്തകത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾക്ക് മുന്നോട്ട് പോവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ആളുകൾ ഈ പുസ്തകം വായിച്ചാൽ അവർക്ക് അതൊരു മോട്ടിവേഷൻ ആയിരിക്കും. അവരുടെ ലൈഫിൽ ഒരു അപ്ലിഫ്റ്റ് ഉണ്ടാവാൻ അത് അവരെ സഹായിക്കും. അതേപോലെ ലൈഫിൽ ഒരു ഗിവ് അപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഈ ബുക്ക് വായിച്ചാല് അത് അവർക്ക് ഒരുപാട് ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഈ പുസ്തകം വായിച്ചപ്പോൾ തോന്നിയിട്ടുണ്ട്. പിന്നെ അവര് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഏകാന്തതയും നമ്മൾ പറഞ്ഞ മാറ്റങ്ങളും മാത്രമല്ല, പ്രണയമുണ്ട്, ഭയത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, തോൽവി, അതേപോലെ ആ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. കോപ്റ്റ് അതിനെല്ലാം വളരെ ലളിതമായ രീതിയിൽ ഉത്തരങ്ങളും പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നല്ല രസകരമായിട്ട് നമ്മൾക്ക്
വായിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്ന ഒരു നോവലാണ് നമ്മളുടെ പൗലോ കൊയ്ലോയുടെ മാനുസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നോവൽ. ഇതാണ് ഈ കഥയുടെ ഒരു ഓവറോൾ റിവ്യൂ ആയിട്ട് പറയാനുള്ളത്. താങ്ക് യു. താങ്ക് യു ഖദീജ, വളരെ നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഒരു മോട്ടിവേഷണൽ നോവലായിട്ടാണ് ഇത് തോന്നിയത് പൗലോ കൊയ്ലോയുടെ. അതായത് നമ്മൾ ആ ഒരു സ്ഥലത്തിൽ കൂടെയും അതുപോലെ കോപ്റ്റ് എന്ന് പറയുന്ന ആളെ ലൈഫിൽ കൂടെ നമ്മൾ കടന്നുപോയി അവർ പറയുന്ന പ്രശ്നങ്ങൾ, അതായത് ചേഞ്ചസും അതേപോലെ ലോൺലിനെസ്സും രണ്ടും ഖദീജ പറഞ്ഞ പോലെ ഭയങ്കര കണക്റ്റഡ് ആയിട്ടാണ്. കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ലോകത്ത് ഉള്ള ഒരു നിയമമാണ് എന്ത് ജയിലിൽ എടുക്കുക എന്നുള്ളത്. അതിന്റെ മെയിൻ ഉദ്ദേശം നമ്മൾ ഏകാന്തത ആണല്ലോ ജയിലിൽ, നമ്മളെ ആരുമില്ല നമ്മളെ കൂടെ. അപ്പൊ ആ ഒരു ശിക്ഷ ഏറ്റവും വലിയൊരു മനുഷ്യന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് ഏകാന്തത എന്നുള്ളത് കൊണ്ടായിരിക്കാം എന്തെങ്കിലും നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ശിക്ഷ നടപ്പാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏകാന്തത അനുഭവിക്കുമ്പോൾ നമ്മൾ മാറ്റങ്ങൾ വരും, അല്ലെങ്കിൽ നമ്മൾ ഒറ്റക്കാവുമ്പോൾ അതൊരു പ്രശ്നം വലിയൊരു പ്രശ്നമായിക്കൊണ്ട് നമ്മൾ ചിന്തിക്കും, സ്വയം ചിന്തിക്കും നമ്മൾ ചെയ്തത് എന്തിന്, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം ചെയ്യാണ്ടിരിക്കാൻ നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾക്ക് ആ ഒരു ഏകാന്തത നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളത് കൊണ്ട് ആയിരിക്കണമല്ലോ അങ്ങനെ ഒരു ശിക്ഷ നമുക്ക് വിധിച്ചിട്ടുണ്ടാവുക. അപ്പൊ എന്തായാലും ഈ പറഞ്ഞത് കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അത് ഏകാന്തതയും ചേഞ്ചസും തമ്മിലും രണ്ടും കണക്റ്റ് ആണ്. ഭയങ്കര അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്ത് ഭയങ്കര ഇഷ്ടപ്പെട്ട് ആ ബുക്ക് വായിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഈ ബുക്കിനെ വെച്ചിട്ട് അല്ലെങ്കിൽ ഖദീജയുടെ പ്രസന്റേഷനെ പറ്റിയിട്ട് ആർക്കെങ്കിലും ഒക്കെ ഒന്നും റിവ്യൂ ഫീഡ്ബാക്ക് പറയാം, ടീച്ചേഴ്സോ അല്ലെങ്കിൽ ഓഡിയൻസ് ആരെങ്കിലും ഒന്ന് റിവ്യൂ പറഞ്ഞേക്കാം. ഹലോ, എന്തായാലും വളരെ നന്നായിട്ട് അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. നമുക്ക് എല്ലാവർക്കും ഒരു കംഫർട്ട് സോൺ ഉണ്ടാവും. ആ കംഫർട്ട് സോണിന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കിടക്കാൻ നമുക്ക് മിക്കവർക്കും ഒരു മടിയാവും. നമ്മളെല്ലാം അതിൻ്റെ ഉള്ളിൽ നിന്നിട്ടേ ചെയ്യുള്ളൂ. പ്രത്യേകിച്ച് നമുക്ക് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ പുറത്തു വരണം എന്നുള്ളൊരു ചിന്ത നമ്മൾ വരുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. എന്തായാലും അതേപോലെ തന്നെ ഒരു ഏകാന്ത തടവൊക്കെ വിധിക്കുന്നു പറഞ്ഞല്ലോ അല്ലെ. ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ശിക്ഷയാണ് ഏകാന്ത തടവ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ആ ഏകാന്തതയെ നമ്മൾ ഭയപ്പെടുന്നതിനേക്കാൾ നമുക്ക് സ്വയം കണ്ടെത്താനുള്ള ഒരു അവസരമായിട്ട് എടുക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. എന്തായാലും വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. കൺഗ്രാറ്റ്സ്. നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു കേട്ടോ. ഹായ് ഖദീജ, എൻ്റെ പ്രസൻറ്റേഷൻ വളരെ നന്നായിരുന്നു. ഭയങ്കര ഇൻസ്പിറേഷനായിട്ട് തോന്നി. കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഏകാന്തത എല്ലാവരും നീ പറഞ്ഞ പോലെ അനുഭവിച്ചിട്ടുണ്ടാവും. അതെല്ലാവരും വലിയൊരു പ്രശ്നമായിട്ട് കാണുന്ന ടൈമിൽ അതിനെ പറ്റിയൊരു അത് എങ്ങനെ മാറ്റാം, നമ്മളെങ്ങനെ സ്വയം കണ്ടെത്താം എന്നുള്ളതായിട്ടാണ് ഈ ബുക്കിലത്തെ റിവ്യൂ പറഞ്ഞത്. വളരെ നന്നായിട്ട് തോന്നി, ഇൻസ്പയർഡ് ആയിട്ട് തോന്നി. ആ ബുക്സിലുള്ള ഓരോ കാര്യങ്ങളും നീ പറഞ്ഞപ്പോൾ മനുഷ്യന്മാർ കടന്നു പോകുന്ന സാഹചര്യങ്ങളാണ്, അവരുടെ വികാരങ്ങളും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. അതിനെ എങ്ങനെ നല്ലതായിട്ട് എങ്ങനെ നമുക്ക് വേണ്ടി ഉപകാരപ്രദമായിട്ട് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് നീ ഇപ്പോൾ പറഞ്ഞപ്പോൾ മനസ്സിലായത്. പ്രസൻറ്റേഷൻ വൈസ് നോക്കുമ്പോൾ അടിപൊളിയായിരുന്നു. ഭയങ്കര എല്ലാ തലത്തിലും തൊട്ട് നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു. കൺഗ്രാറ്റ്സ്, നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു. വേറെ ആരെങ്കിലും ഫീഡ്ബാക്ക് പറയാൻ റെഡി ആയിട്ടുണ്ടോ? ഏകാന്തത എങ്ങനെയാണ് ഒരാളെ മോട്ടിവേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നീ പറഞ്ഞത്. വളരെ നന്നായിരുന്നു, നല്ല പ്രസന്റേഷൻ ആയിരുന്നു കേട്ടോ. താങ്ക് യു. ഇന്ന് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഖദീജ താങ്ക് യു. അപ്പോൾ എന്തായാലും ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.
അപ്പോൾ കേട്ടിരുന്ന ഓഡിയൻസിനും പ്രസന്റ് ചെയ്ത ഖദീജക്കൊക്കെ താങ്ക് യു. സോ ഓക്കെ.